നമ്മൾ എന്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. റുപ്പിമങ്കിൻ്റെ ചെറിയ വീഡിയോ സീരീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുബീഷാണ്. റുപ്പിമങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമങ്ക് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നമ്മൾ എന്തുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ പലർക്കും ഇപ്പോഴും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഒരു ദീർഘകാലത്തിലേക്കുള്ള ഒരു ലക്ഷ്യങ്ങളിലേക്കായിട്ട് നമ്മൾ പൈസ ഒരു ബാങ്ക് ലോക്കറിൽ എടുത്തു വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടതുകൊണ്ടോ ഒന്നും ഗുണമുണ്ടാവില്ല. അത് പൈസയുടെ മൂല്യം ഓരോ സമയവും കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ കാലത്തിനനുസരിച്ച് വളരുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ വേണം ലോങ് ടേമിലേക്ക് പ്രത്യേകിച്ച് നമുക്ക് നിക്ഷേപിക്കാനായിട്ട്. അപ്പോൾ അതിന് പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ നിക്ഷേപിക്കണം എന്ന് പറയാനായിട്ടുള്ള ഒരു 8 കാര്യങ്ങളാണ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മ്യൂച്വൽ ഫണ്ടുകൾ മാനേജ് ചെയ്യുന്നത് പ്രൊഫഷണലായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ്. അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റിനെയും ക്യാപിറ്റൽ മാർക്കറ്റിനെയും പറ്റി കൃത്യമായിട്ടുള്ള അറിവും ബോധ്യവുമുള്ള ആളുകളാണ് ഈ മ്യൂച്വൽ ഫണ്ടുകൾ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന അത്ര ഒരു റിസ്ക് ഇതിനുണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു കോസ്റ്റ് മാത്രമാണ് ഇതിനുള്ളത് എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. 1 ലക്ഷം രൂപ നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 1000 രൂപ വരെയൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്നുള്ള ഒരു വർഷം വരുന്ന ചിലവ് വരുന്നത്. അതുകൊണ്ട് ഇതൊരു ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ ടാക്സ് ഔട്ട്ഗോയെ ഡിലേ ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് പണം പിൻവലിക്കുന്നത് വരെയും മ്യൂച്വൽ ഫണ്ടുകളിലെ നിക്ഷേപങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് എന്നാണോ പണം ആവശ്യമുള്ളത് ആ പണം ആവശ്യമുള്ള സമയത്ത് നമ്മൾ പിൻവലിക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തിന് നമ്മൾക്ക് ചെറിയ രീതിയിലുള്ള ടാക്സ് കൊടുക്കണം. പക്ഷേ അത് അത്രയും കാലം അത് കിടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അതിന്മേലുണ്ടാകുന്ന ലോങ് ടേം ബെനിഫിറ്റ് ഈ ടാക്സിനെ വളരെ ചെറിയൊരു എമൗണ്ടാക്കി മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ടാക്സ് ഔട്ട് ഗോ ഇപ്പോൾ 10% ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. നമുക്കിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ 5 വർഷം മുൻപ് നിക്ഷേപിച്ചിട്ടുള്ള ഒരു 6 ലക്ഷം രൂപ 7 മാറി എന്നുണ്ടെന്നുണ്ടെങ്കിൽ 7 ലക്ഷം രൂപയായിട്ട് മാറി എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ സമയം കഴിഞ്ഞിട്ട് നമ്മൾ പൈസ എടുത്താലും നമ്മൾക്കതിന് 1 രൂപ പോലും ടാക്സ് കൊടുക്കേണ്ടി വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വർഷം ഒരാൾക്ക് 1 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ലാതെ നമ്മൾക്ക് പൈസ പിൻവലിക്കാനുള്ള ഓപ്ഷൻ മ്യൂച്വൽ ഫണ്ടുകളിലുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അങ്ങനെയുള്ള ഓപ്ഷനുകളുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ വളരെ കുറവാണ്. ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് നമ്മളുടെ ടാക്സ് ലാബിനനുസരിച്ച് നമ്മൾ എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ ഉള്ള ഒരു കാര്യം ഇവിടെ താരതമ്യേന കുറവാണ് എന്നുള്ളതാണ് അടുത്തൊരു പ്രത്യേകത. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈ ആയിട്ടുള്ള ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഞാൻ ഇന്ന് മ്യൂച്വൽ ഫണ്ടിൽ പൈസ ഇട്ടു, എനിക്ക് 3-ാമത്തെ ദിവസം പൈസ വേണമെന്നുണ്ടെങ്കിൽ കണ്ണു അടച്ച് പോയിട്ട് പൈസ തിരിച്ചെടുക്കാം. പല ഇൻവെസ്റ്റ്മെൻറ്റുകളും അങ്ങനെയല്ല. അതായത് ഇപ്പോൾ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂലിപ്പുകളിൽ നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? അത് മിനിമം അവിടെ 5 വർഷമെങ്കിലും കിടക്കണം എന്നുള്ളൊരു നിബന്ധനയുണ്ട്. ഇവിടെ നമുക്ക് 3-ാമത്തെ ദിവസം കൊണ്ട് നമുക്ക് പൈസ കിട്ടുമെന്നുള്ള ഒരു പ്രത്യേകത ഇതിനുണ്ട്. ഇത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കോമ്പൗണ്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു നിക്ഷേപമാണ് എന്ന് ഒരു തരത്തിൽ പറയാം. അതായത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ പൈസ ഇടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മ്യൂച്വൽ ഫണ്ടിൽ പൈസ ഇടുമ്പോൾ ആ ഫണ്ട് മാനേജറും അവരുടെ ടീമും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ആ സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുമ്പോൾ എന്താണ്ടാവുന്നതെന്ന് വെച്ചാൽ ആ സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ലാഭം വീണ്ടും മറ്റുള്ള സ്റ്റോക്കുകളിലേക്ക് വരികയും അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡോ മറ്റുള്ള നേട്ടങ്ങളോ വീണ്ടും മറ്റുള്ള സ്റ്റോക്കുകൾ വാങ്ങാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ലാഭം കിട്ടുന്ന എമൗണ്ട് വീണ്ടും ലാഭം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടിങ് എഫക്റ്റ് ഉണ്ടാക്കി തരുന്നു എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ടുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് എന്നുള്ളതാണ്. വളരെ എളുപ്പമാണെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രോ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങളുടെ പാൻ കാർഡും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആധാർ കാർഡും ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതേസമയം തന്നെ നിങ്ങളൊരു NRI ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൻ കാർഡ്, പാസ്പോർട്ട്, നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ അഡ്രസ് പ്രൂഫ്, ID പ്രൂഫ്, NRI അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കുവേര എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ
മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആസ്ക് RupeeMonk സർവീസിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു പ്രത്യേകത. അതായത് നമ്മൾക്ക് നമ്മുടെ കയ്യിലുള്ള അത്ര പൈസ 100 രൂപ മുതലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രധാനം. അടുത്ത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ടും ഇറഗുലറായിട്ടും ഒക്കെ നിക്ഷേപിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ട് പ്രത്യേകത. അതായത് റെഗുലറായിട്ട് നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ മാസവും ഇത്രാം തീയതി ഇത്ര രൂപ നിക്ഷേപിക്കണം എന്ന് പറയുന്ന SIP പോലുള്ള മെത്തേഡുകളും, അല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടുമ്പോൾ ലംസമായിട്ട് നിക്ഷേപിക്കാനുള്ള ഓപ്ഷനുകളും മ്യൂച്വൽ ഫണ്ടുകളിലുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ ഒരു ലോങ് ടൈമിലേക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെക്കാനിസമാണ്. അത് നിങ്ങൾക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയാനായിട്ട് ഈ കാണുന്ന 2 വീഡിയോകൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്താൽ അവർക്കും കൂടെ ഉപകാരമാവും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് സർവീസ് ആയിട്ടുള്ള ആസ്ക് RupeeMonk സർവീസിലേക്ക് 8848030018 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം.